വെറും അരമണിക്കൂർ 30 മിനിറ്റ് അല്ല 40 മിനിറ്റ് അത്ര എനിക്ക് ബാക്കപ്പ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താക്കിയതിന് ശേഷം റൗട്ടറിൽ കൊടുത്താൽ 3 മണിക്കൂർ കിട്ടും, 4 മണിക്കൂറെല്ലാം കിട്ടും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കിട്ടൂല. നമുക്ക് ഇതുപോലെ ഒരു കണക്ഷൻ കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 4 BMS ബോർഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, നമസ്കാരം. ഞാൻ അലി പയ്യന്നൂർ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ വൈഫൈ റൂട്ടറിന് വേണ്ടിയുള്ള ഒരു UPS, അത് കറണ്ട് പോയാലും നമ്മൾ വൈഫൈ റൂട്ടർ ഓഫാകാതിരിക്കാനുള്ള ഒരു UPS നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ബാറ്ററി പാക്കാക്കുന്നത്, നമ്മളെ ലിഥിയം അയൺ ബാറ്ററി പാക്കാക്കുന്നതും അതിൽ BMS വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ BMS ബോർഡ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ 20 ആമ്പിയറിൻ്റെ BMS ബോർഡാണ്. ഇവിടെ 12.6 എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 8.4 വോൾട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 4.2 വോൾട്ട് എഴുതിയിട്ടുണ്ട്. ചുറ്റും കണക്ഷൻ ആയി. പിന്നെ ഇവിടെ ഒരു 0 വോൾട്ട് എഴുതിയിട്ടുണ്ട്. ഈ 0 വോൾട്ടിൽ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള മൈനസ് കൊടുക്കാനാണ്. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തെ ബാറ്ററി. ഇതാണ് ഫസ്റ്റ് ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈനസ്, ഇതാണ് മൈനസ്, മനസ്സിലല്ലേ? ഈ മൈനസ് നമ്മൾ നേരെ ഇവിടെ ഈ 0 വോൾട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലല്ലേ? 0 വോൾട്ടിലേക്ക്. അപ്പോൾ ഇവിടെ മൈനസ് നമ്മൾ 0 വോൾട്ട് കൊടുത്തു. പിന്നെ ഈ ബാറ്ററി ഇവിടെ ഫേസായി, പ്ലസ്സായി. ഈ പ്ലസ് നമ്മളെന്താക്കുക, അടുത്ത ബാറ്ററി, രണ്ടാമത്തെ ബാറ്ററി മൈനസിലേക്കാണ് കൊടുത്തത്. കാരണം ഇത് 12 വോൾട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. നാളെ ഈ 12 വോൾട്ട് ആവുള്ളൂ. ഇതിൽ നിന്ന് വയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4.2 വോൾട്ടിലേക്കാണ്. അതായത് ഈ ബാറ്ററിയെ ചാർജ്, ഈ ബാറ്ററിയെ കൺട്രോൾ ഇവിടെ വരുന്നു. അത് 4.2 വോൾട്ടിലേക്ക്. ഇവിടെ 4.2 വോൾട്ട് ഇവിടെ കിട്ടണം. ഓക്കെ. പിന്നെ ആ ബാറ്ററി നേരെ തിരിച്ചു കൊടുത്തിട്ട് ഇപ്പുറം മൈനസ് ആക്കിയിട്ടുണ്ട്, പ്ലസ് ആക്കിയിട്ടുണ്ട്. അതായത് ഇത് ബാറ്ററി മൈനസാണ്, ഇത് പ്ലസ്സാണ്, ഇത് മൈനസാണ്. അപ്പോൾ ആ ബാറ്ററി ഇവിടെ ഈ പ്ലസ്സിൽ നിന്ന്, അതായത് ഫേസിൽ നിന്ന് ഈ ന്യൂട്രലിലേക്ക് കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഈ ഫേസിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂട്രലിലേക്ക് കൊടുത്താൽ ഇതാ 8.4 എന്ന് കാണുന്നില്ലേ? അവിടത്തേക്ക് നമ്മൾ ഇത് കൊടുക്കേണ്ടത് 8.4ലേക്ക്. ഈ രണ്ടാമത്തെ ബാറ്ററി മൈനസിന് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ആ ബാറ്ററി നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ അതിൻ്റെ പ്ലസ്സായി, ഫേസായി. ഈ ഫേസ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഒരു 12.6 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്, അതല്ലേ? അതായത് ഇത് ഫസ്റ്റ് ബാറ്ററി, ഇതിൻ്റെ മൈനസ്, ഇതിൻ്റെ ന്യൂട്രൽ, ഇത് നേരെ ന്യൂട്രലിലേക്ക് കൊടുത്തു. ഓക്കെ. ഇത് നേരെ ഇവിടത്തേക്ക് വന്നു, ഫേസ് വന്നു. ഫേസ് നമ്മൾ ഇങ്ങോട്ടൊരു ജമ്പ് ചെയ്തിട്ട് കൊടുത്തു, ഷോർട്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ ബാറ്ററിയും ഈ രണ്ട് ബാറ്ററിയും തമ്മിൽ 8 വോൾട്ടിൽ കൂടുതൽ ഉണ്ടാവണം. അതിന് വേണ്ടി നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് ഈ 8 വോൾട്ട് 8.4ലേക്ക് കൊടുത്തു. ഈ 8.4ലേക്ക് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇത് വരുന്നു, ഇത് ഫേസായി. അതായത് ഇതും തമ്മിൽ ഫേസ് ന്യൂട്രലായി, മനസ്സിലല്ലേ? പിന്നെ നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ടത്, അത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെ ഒരു പ്ലസ് മൈനസും ഉണ്ടാവും. ഇതിലേക്ക് തന്നെ ഇൻപുട്ടും കൊടുക്കേണ്ട ഇതിലേക്ക് തന്നെയാണ്, ഔട്ട്പുട്ടും കൊടുക്കേണ്ട ഇതിലേക്ക് തന്നെയാണ്. ഈ BMS ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ ബാറ്ററിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്.
ബാറ്ററിയുടെ അതായത് ബാറ്ററി ഈ 3 ബാറ്ററിയിലും കറക്റ്റായിട്ട് ചാർജ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് BMS ഇങ്ങനെ ഓരോ ബാറ്ററിനും ഇതിൽ കണക്ഷൻ കൊടുത്തിട്ട് BMS കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോളർ ഈ ഓരോ ബാറ്ററിയും ചാർജ് ചെക്ക് ചെയ്തിട്ട് ഏത് ബാറ്ററിയിലാണ് കുറവുള്ളത് അതിലേക്ക് കൂടുതൽ ചാർജ് കൊടുത്ത് 3 ബാറ്ററിയും ചാർജ് ഈക്വലാക്കും. അതാണ് ഈ BMSൻ്റെ പ്രത്യേകത. അതുപോലെ ഈ ബാറ്ററി ഓവർ ഹീറ്റ് ആകുന്നത്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആവുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ BMS സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ 3 ബാറ്ററിയും കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് ഈ BMS, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് അതായത് സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടറാണെന്ന്. അതിൻ്റെ ആവശ്യം ഇത് സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടറാണ്. സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഇന്നിൽ നിങ്ങൾ എത്ര വോൾട്ട് കൊടുത്താലും ഒരു 5 വോൾട്ട് നീര് കൊടുക്കുക, അല്ലെങ്കിൽ 3 വോൾട്ട് കൊടുക്കുന്ന കൂട്ടാം. അപ്പോൾ 3 വോൾട്ട് നിങ്ങൾ ഈ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 12 വോൾട്ട് കിട്ടുന്ന നേരത്തിൽ ഈ പ്രീസെറ്റ് തിരിച്ചിട്ട് ആക്കാൻ പറ്റും. ഇതിൽ 3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രീസെറ്റ് തിരിച്ചിട്ട് നമുക്ക് ഇതിൽ 12 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളതിലൊരു 36 വോൾട്ട് അല്ലെങ്കിൽ പരമാവധി കൊടുക്കാൻ 36 വോൾട്ടാന്ന് തോന്നുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്താക്കാം, കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടുന്ന കറണ്ടിലേക്ക്, അതായത് 15 വോൾട്ടോ 12 വോൾട്ടോ 5 വോൾട്ടോ നമുക്ക് അതിന് ആക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ബാറ്ററി പാക്കാക്കിയിട്ട് നമ്മൾ എങ്ങനെ കിട്ടൂലെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ റൗട്ടറിൻ്റെ ചാർജർ. ഈ റൗട്ടറിൻ്റെ ചാർജറിന് വരുന്ന കറണ്ട് വെച്ചാൽ 12 വോൾട്ട്. ഞാൻ ഇത് കാണിച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ട് എന്നാൽ 12 വോൾട്ടാണ്. 12.3 വോൾട്ടായിരുന്നു. അതിൽ മൈനസ് കാണുന്നത് ഞാൻ പ്രോബ് മാറ്റി കൊടുത്തോണ്ടാണ്. 12.3 4 വോൾട്ട് അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ ഈ ബാറ്ററി എന്ന് പറയുന്നത് 3 ബാറ്ററി ഫുൾ ചാർജ് ആകാൻ വേണ്ടി 12.13 വോൾട്ടിൻ്റെ അടുത്ത് വേണം. ഈ ബാറ്ററി ചാർജ് ആകാൻ വേണ്ടി 12 വോൾട്ടിൽ കൂടുതൽ 12.5 വോൾട്ട് 13 വോൾട്ടോളം ഈ ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിൽ വേണം. അപ്പോൾ നമ്മൾ ഈ വൈഫൈയുടെ റൗട്ടറിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചെയ്യുമ്പം ഇതിലൊരിക്കലും ഫുൾ ചാർജ് ആവില്ല. അതുകൊണ്ട് ഞാൻ പല ടൈമിൽ 3 പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് അരമണിക്കൂർ ഇതിനെക്കൊണ്ട് ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. വെറും അരമണിക്കൂർ, 30 മിനിറ്റ് അല്ല 40 മിനിറ്റ് അത്ര എനിക്ക് ബാക്കപ്പ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താക്കിയതിന് ശേഷം ഇതുപോലത്തെ ട്രാൻസ്ഫോമർ വാങ്ങി. ഇത് 14 വോൾട്ട് 3 ആമ്പിയർ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് കടയിൽ നിന്ന്. പക്ഷേ ഞങ്ങളുടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇത് 13 വോൾട്ടും ചില്ലറയിലും 13.36 അങ്ങനെ എന്തോ ഉള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ 13 വോൾട്ട് ചാർജർ ഞാൻ എന്താക്കി, ഈ 13 വോൾട്ട് ബാറ്ററിയിലേക്ക് കൃത്യമായി ചാർജ് ആവും. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജർ, വളരെ പുറത്തേക്ക് പോകുന്ന ചാർജർ ഞാൻ ഈ കൺവെർട്ടർ ഉപയോഗിച്ച് 12.4, അതായത് ഇതിലുള്ള 12.4 ഈ റൗട്ടറിൻ്റെ ചാർജറിന് ഔട്ട്പുട്ട് വരുന്നത് 12.4 അതേ വോൾട്ട് ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് 12.4. അപ്പോൾ ഇതിലേക്ക് കയറുന്നത് 13.36 തോന്നുന്നുണ്ട് വരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചാർജ് കയറുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്തേക്ക് 12 വോൾട്ടേ പോകുള്ളൂ. നമ്മുടെ റൗട്ടറിലേക്ക് 12 വോൾട്ട് അതിന് കൃത്യമായിട്ട് കിട്ടേണ്ട വോൾട്ട് അതിന് കിട്ടുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സ്റ്റെപ്പ് ഡൗൺ വെച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തുതരാം. എനിക്ക് ഇതെന്താക്കാന്ന് വെച്ചാൽ 3 മണിക്കൂറിലധികം ചാർജ് കിട്ടുന്നുണ്ട്, ബാക്കപ്പ് കിട്ടുന്നുണ്ട് 3 മണിക്കൂറിലധികം. ഇനിയിപ്പം വേണമെങ്കിൽ ഇതേപോലത്തെ പാക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ഇതുപോലെ അട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതുപോലെ ഒരു സെറ്റും കൂടെ വെച്ച് അതുപോലെ ഒരു സെറ്റും കൂടെ വെച്ച് അങ്ങനെ 3 സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് പിന്നെ ഒരുപാട് കൂടുതൽ കിട്ടും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. ഇതേപോലെ ഒരു പാക്കറ്റ് 3 പാക്കറ്റ് ഇതേപോലെ പ്രോസസ്സർ നോട്ടും ഇതേപോലെ വെച്ചിട്ടാക്കുക, മാറ്റി വെച്ചിട്ടാക്കുക. എന്നിട്ട് ആ 3 ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് 3 ഇതുപോലെ വയറ് നേരെ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ 3 ഫേസും
പിന്നെ ഇവിടെ 3 ന്യൂട്രൽ, അതുപോലെ 3 ഫേസ് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇപ്പുറം അതുപോലെ 3 ഇതിൻ്റെയും അടുത്ത രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും ന്യൂട്രൽ നേരെ ഷോർട്ട് ചെയ്യുക. ഈ ഫേസിൻ്റെയും അടുത്ത ഫേസും മൂന്നാമത്തെ ഫേസും നേരെ ഷോർട്ട് ചെയ്യുക. ഈ ന്യൂട്രും അടുത്ത ന്യൂട്രും മൂന്നാമത്തെ ന്യൂട്രും നേരെ ഷോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം പിന്നെയും ബാക്കപ്പ് നമുക്ക് ചുരുങ്ങിയൊരു 10 മണിക്കൂറെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഈ KSBക്കാർ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ടച്ചിൽ കട്ടിങ് എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, നമ്മളെ ലൈനിന് മുട്ടുന്ന മരങ്ങളെല്ലാം കൊത്താൻ വേണ്ടിയിട്ട് കൊമ്പുകളെല്ലാം. അപ്പോൾ അങ്ങനെ കൊത്തുമ്പോൾ രാവിലെ 8 മണി മുതൽ 8:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ എല്ലാം കറണ്ട് ഉണ്ടാവില്ല എന്ന് മെസ്സേജ് വരും. അപ്പോൾ അത്രയും സമയം നമുക്ക് ബാക്കപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു 2 എണ്ണം കൂടെ ആക്കിയിട്ട് മൊത്തം 3 എണ്ണം ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇതുപോലെ ഞാൻ വേറൊരു ട്രാൻസ്ഫോമർ വാങ്ങിയിരുന്നു. ഇത് 14 വോൾട്ട് 5 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. പക്ഷേ ഇതെന്താക്കി വാങ്ങിയിട്ട് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് പോയിപ്പോയി വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഷോർട്ടായിട്ട് കത്തിപ്പോയി. ഇതിൻ്റെ അടിയിലിടെ ഷോർട്ടായിട്ട് കത്തിപ്പോയി. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം. കടക്കാർ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു വേറെ തരാമെന്നുണ്ട്, അത് നമുക്ക് കൊടുത്തു നോക്കണം. അപ്പം ഇത് വാങ്ങുമ്പോൾ കുറച്ച് നല്ല കമ്പനിയായിട്ട് തന്നെ നോക്കി വാങ്ങണം, അല്ലേ പിന്നെ ഇതുപോലത്തെ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ അതിൽ പറഞ്ഞ ബാക്കപ്പിൻ്റെ കാര്യം. അതായത് നമ്മൾ സാധാരണ റൗട്ടറിൻ്റെ അഡാപ്റ്ററിന് നമ്മൾ ഈ ബാറ്ററി UPSലേക്ക് ചാർജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് ആവില്ല. ആ ഫുൾ ചാർജ് ആവാതിരിക്കുമ്പോൾ നമുക്ക് ബാക്കപ്പ് കുറയും. 30 മിനിറ്റ് 40 മിനിറ്റല്ലേ കിട്ടും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ, അതായത് ഇത് 12 വോൾട്ടിൻ്റെ ഇതാകുമ്പോൾ ഒരു 13 14 വരെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 14 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ആവും. ഈ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ BMS തന്നെ നമ്മളെ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കറണ്ട് കട്ട് ഓഫ് ആക്കും. പിന്നെ കറണ്ട് ഇതിലേക്ക് കയറൂല. പിന്നെ വീണ്ടും നമ്മളെ ബാറ്ററിയിൽ നിന്ന് ചാർജ് കുറയുമ്പോൾ ഈ BMS കറണ്ട് അങ്ങോട്ട് കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട് ഈ BMS എന്ന് പറയുന്നത്. അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ പേര്. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ ഞാൻ ഒരു കട്ട് ഓഫ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഫുൾ ചാർജായ നമ്മൾ സെറ്റ് ചെയ്യുന്ന ചാർജ് 12 പോയിൻ്റ് എത്രയാണോ വേണ്ടത് ആ ചാർജ് വന്നാൽ ഇത് കട്ട് ഓഫ് ആകുന്ന ഒരു ബോർഡ് ഓൺലൈനിൽ വാങ്ങി വെച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഇരിപ്പം ശരിക്കും വർക്ക് ആവുന്നില്ല, കട്ട് ഓഫ് ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ 14 വോൾട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 13 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫുൾ ചാർജ് ആകുമ്പോൾ കട്ട് ഓഫ് ആകുന്നില്ല. അപ്പോൾ അത് 14 വോൾട്ട് നമുക്ക് കൊടുത്ത് നോക്കണം ഇനി ഒരിക്കൽ. അത് 14 വോൾട്ടിൻ്റെ നമ്മളെ പോയ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് 14 വോൾട്ടിൻ്റെ മേടിക്കണം. വാങ്ങിയിട്ടാകുമ്പോൾ ഇത് കൊടുത്ത് നോക്കണം. ഇത് കട്ട് ഓഫ് ആവും നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് ഇപ്പം 12 നമുക്ക് വേണ്ട 12 വോൾട്ട് 12.56 അങ്ങനെ അല്ല 12.5 5.0 ആണ്, 13.50 ആണ് വേണ്ടതെങ്കിൽ ആ വോട്ടിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രീ സെറ്റ് തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടാകുമ്പോൾ ഇത് ഓട്ടോ കട്ടാവുന്ന പറയുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ അടുത്തേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെ ഈ ബാറ്ററി ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെറ്റായി, ഇതുപോലത്തെ 2 സെറ്റ് 3 ഈ 3 സെറ്റിനും കൂടെ BMS ഒറ്റൊന്നും മതി കേട്ടോ. കാരണം വെച്ചാൽ ഇത് 20 ആമ്പിയർ വരെ പിന്നെ കപ്പാസിറ്റിയിലെ BMS ആണ്. അപ്പോൾ 3 എണ്ണം നമ്മൾ വെക്കുന്നവരെ ഈ 20 ആമ്പിയറിൻ്റെ മതി. ഈ 3 എണ്ണത്തിൽ പിന്നെ കൂടി പോകുന്നുണ്ടെങ്കിൽ ആമ്പിയറിൻ്റെ കൂട്ടണത് പിന്നെ 40 ആമ്പിയറിൻ്റെ ഉണ്ട്. ഇത് 20 ആമ്പിയറാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ, 20 ആമ്പിയർ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ സെറ്റ്, അതായത് ഇതൊന്ന് ഒരു സെറ്റായി ഇതുപോലത്തെ 3 എണ്ണം ആക്കിയിട്ട് 2 എണ്ണം കൂടെ വാങ്ങിയിട്ട് ബാറ്ററി വാങ്ങിയിട്ട് 3 എണ്ണം ആക്കിയിട്ട്, അതായത് പിന്നെ 9 ബാറ്ററി ആവും. ഈ 9 ബാറ്ററി സെറ്റാക്കിയിട്ട് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാനാണ് പരിപാടി. ഇതിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പെട്ടി വേണ്ടല്ലോ, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാം ആയല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അതുപോലെ ഇതിൽ വേറെ നമ്മളെ ഒരു മൊബൈൽ ചാർജറും കൂടെ, മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനം കൂടെ ആക്കണമെന്നുണ്ട്. ആ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇപ്പം 12 വോൾട്ടാണ്. അത് നമുക്ക് 5 വോൾട്ടിലേക്ക് ഇതുപോലെ ഒരു കൺവെർട്ടർ വാങ്ങിയിട്ട് 5 വോൾട്ടിലേക്ക് കൺവെർട്ട് ചെയ്യണം. 5 വോൾട്ടിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ ചാർജിൻ്റെ
ഒരു ചാർജർ USB പോർട്ടിലുള്ള ചാർജർ ഉണ്ടല്ലോ, അതും കൂടെ ഫിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇതിലൊരു മൾട്ടി പർപ്പസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള നിലക്ക് ആണ് പരിപാടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് സെറ്റാക്കുന്ന വീഡിയോ ചെയ്യാം. അത് ഇതിൻ്റെ കുറച്ച് ഹോൾസെല്ലാം ഇടാനുണ്ട്, നമ്മളെ LED-ക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഹോൾസ്, അതുപോലെ USB പോർട്ട് പുറത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടില്ല, ചാർജ് ചെയ്യാൻ കുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു കട്ടിങ് അതെല്ലാം അതിന് ചെയ്യണം. അത് ചെയ്തിട്ടാകുമ്പോൾ അപ്പം എന്തെങ്കിലും ഒരു പരിപാടി, നമ്മളെന്തെങ്കിലും ഒരു പരിപാടിക്ക് പുറത്ത് പോകുന്നു, ഒരു ചെറിയ നമ്മൾ ഫാമിലി ആയിട്ട് എവിടെയും പോയിട്ട് അങ്ങനെ രാത്രിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സാധനം കൊണ്ടുപോയാൽ നമുക്ക് എന്താക്കാം, 12 വോൾട്ടിൻ്റെ നമ്മളെ ഈ LED ബൾബ് ഉണ്ടല്ലോ കറണ്ട് കത്തുന്നത്, അതേപോലെ ബാറ്ററി 12 വോൾട്ടിൽ കത്തുന്ന LED ബൾബുണ്ട്. അങ്ങനത്തെ ഒരു ബൾബ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെളി പ്രകാശമാവുകയും ചെയ്യും, വെളിയാവുകയും ചെയ്യും. ഇതിൽ കൂടുതൽ കണക്ഷൻ കൊടുത്താൽ ബൾബ് കത്തിക്കുക, നമുക്ക് ഇനി മൊബൈൽ ചാർജ് ചെയ്യുക. അതെല്ലാം നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും ഈ ക്യാമറ ബാറ്ററിയോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചാർജ് ചെയ്യുക. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇന്നിപ്പം പോയിന്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പറയുന്നത് എൻ്റെ ശൈലി ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ മനസ്സിലാകുന്നില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ ഞാൻ ശരിക്കും വ്യക്തമായി പറഞ്ഞുതരാം. ശരിയാ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചാൽ, ഈ ബാറ്ററിക്ക് 3-4 മണിക്കൂർ ബാക്കപ്പ് ഉണ്ട് എന്ന് പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഈ നമ്മളെ റൂട്ടറിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും കിട്ടുന്നില്ല. അത് ഞാൻ നോക്കി, ഞാൻ 3 പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തു, പല സമയത്തായി ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ എനിക്ക് 30 മിനിറ്റ് 35-40 മിനിറ്റ് അത്രേ കിട്ടിയുള്ളൂ. പക്ഷേ ഈ ട്രാൻസ്ഫോമർ വെച്ച് ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് 3 മണിക്കൂർ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. 3 മണിക്കൂറിൽ കൂടുതൽ കിട്ടുമെന്നറിയില്ല, 3 മണിക്കൂർ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.